ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, എൻ്റെ ഫ്രണ്ട് ഫാമിൻ്റെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, അധികം എവിടെയും പുറത്തൊന്നും പോകുന്നൊരു ടൈപ്പല്ല. എപ്പോഴെങ്കിലും വീണ് കിട്ടിയ അവസരങ്ങൾ നമ്മൾ മാക്സിമം അന്നേരം യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇരിക്കുക, ഫാമിൻ്റെ കോൾ വന്നു. അവർ എന്താ പറയുക, ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്, നീ വരുന്നോയെന്ന് ചോദിച്ചു. അന്നത്തെ ദിവസം വിഷു ദിവസം ആയതുകൊണ്ട് തന്നെ ലീവായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കാറ് എടുത്തിട്ട് നൂരാട് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഗേറ്റ് അടച്ചുകൊണ്ടാണ് കുറച്ച് ലേറ്റായിപ്പോയി നമ്മളെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ എത്തി നമ്മുടെ വണ്ടി മുരാട് പാർക്ക് ചെയ്തിട്ട് അവരെ വണ്ടിയിൽ കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. മക്കൾസും ഉണ്ട് കേട്ടോ. എവിടെ പോകണമെന്നൊന്നും വലിയ നിശ്ചയമൊന്നും ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് ഭാഗത്തേക്ക് പോകണോ കണ്ണൂർ സൈഡിലേക്ക് പോകണോ എന്നുള്ളൊരു തീരുമാനം മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. എന്തായാലും ഇതിലൂടെ അല്ലേ പാസ് ചെയ്യണ്ടേ, നമുക്കാവുമ്പോൾ വണ്ടി അവിടെ പാർക്കിങ് ചെയ്ത് തിരിച്ച് വരുമ്പോൾ ആ വണ്ടി തന്നെ അങ്ങ് പോരുകയും ചെയ്യാമല്ലോ നമ്മളെ വണ്ടിയിൽ. ഇത് നോക്കിയിരുന്ന തിക്കൂടി ബീച്ചിൽ പോയാലോ എന്ന് വണ്ടിയിൽ നിന്ന് ഡിസ്കസ് ചെയ്ത്. അല്ലെങ്കിൽ വേണ്ട, കുട്ടികളൊക്കെ ഉള്ളതല്ലേ, കുറച്ച് ലോങ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ കാലിക്കറ്റിലേക്ക് പോകാനാണ് കേട്ടോ ഫിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഈവനിങ് ആയിട്ടുണ്ടേനെ. എന്തായാലും ഓൾറെഡി ലേറ്റ് ആയിനൊരു 4:30 4:45 ആ ഒരു ടൈമൊക്കെ ആയിനു നമ്മളവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ. അങ്ങനെ ഫാമി അവിടെ സ്പെക്സൊക്കെ വെച്ച് ഫുള്ള് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു വണ്ടിയിൽ. അത് കണ്ടിട്ട് നെഹിയാനിക്കും ഒരു പൂതി. അങ്ങനെ ഓനും കുറച്ച് സ്റ്റൈലൊക്കെ ആക്കി കഴിച്ച് അങ്ങനെ നമ്മൾ ലാസ്റ്റ് കോഴിക്കോട് ബീച്ചിലെത്തിയിട്ടുണ്ട്. ബീച്ചിലെത്തിയെന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. വിഷു ടൈം ആയതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു. ഇതുപോലെ ഒന്നുമില്ല, ഇത് നമ്മൾ എൻഡിങ്ങിൽ വന്നിട്ടാണ് എന്താ പറയുക, വണ്ടി പാർക്ക് ചെയ്യാനോ അവിടുന്ന് അങ്ങോട്ടേക്ക് വിടുന്നില്ല. കാരണം അത്രയും എന്താ പറയുക ജനങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്ലോക്കായി കിടക്കുമായിരുന്നു. നിങ്ങളിതിൽ കാണുന്നവരൊന്നല്ല, നമ്മൾ കുറേ ഇങ്ങേ അറ്റത്തായിരുന്നു എന്താ പറയുക വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ നടന്ന് ശരിക്കും അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എത്തുന്നപ്പോഴത്തേക്ക് ഒരു 7 മണി ആ ഒരു ടൈമൊക്കെ ആയിനു കേട്ടോ. പിന്നെ നമ്മളവിടുന്ന് കാടാമുട്ട കഴിച്ചു. അതിനുശേഷം നമ്മുടെ ഫേവറേറ്റ് ആയിരുന്നു ചോക്ലേറ്റും കേക്കും. അങ്ങനെ അത് കഴിച്ചു. അത് കുറേ കഴിച്ചിന് കേട്ടോ. അത് കഴിച്ചൊരു കുട്ടികൾസായിക്കോട്ടെ ഒക്കെ ഇഷ്ടമുള്ളൊരു സാധനം തന്നെയല്ലേ. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ അവിടുന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഒരേരൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അവിടുന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ വരുന്ന വഴിക്ക് ബോച്ചേൻ്റെ വണ്ടിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഫുള്ള് കുറച്ച് ടൈം മുഹമ്മദിൻ്റെ പാട്ടൊക്കെ ആസ്വദിച്ച് അവന് ഫോൺ നോക്കി പാട്ടൊക്കെ എന്താ പറയുക റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നൈറ്റ് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നമുക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോ, നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ മൂരാട് വണ്ടി നിർത്തിയില്ല കേട്ടോ. നേരെ വിട്ട് വടകര എമ്മാറയിലോട്ട്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നമ്മളെ വീണ്ടും അവരെ ഡ്രോപ്പ് ചെയ്താന്ന് മൂരാട്. അങ്ങനെ നമ്മൾ അവിടുന്ന് നമ്മളെ വണ്ടി കയറിയിട്ട് നമ്മളെ വീട്ടിലോട്ട് പോയി. എന്തായാലും പെട്ടെന്നുള്ള ട്രിപ്പ് എന്ന് പറയാൻ മാത്രമേ ഇല്ല, എന്നാലും എന്താ പറയുക കുറേ നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു. എൻജോയ് ചെയ്തു. എന്താ പറയുക ഹാപ്പി ആയിട്ട് തിരിച്ചു പോകും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ.